അർജുനും ശ്രീതുവും ലൈവിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവർ പറയുന്നത് മെയിനായിട്ട് പവർ റൂമിനെ പറ്റിയാണ്. പവർ റൂം അങ്ങനെ എടുത്തു മാറ്റി പീപ്പിൾസ് റൂം ആക്കി എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പൊ അർജുൻ പറയുന്നുണ്ട് ഒരു കണക്കിന് പവർ റൂമിൽ കയറാതിരുന്നത് നന്നായി, അത് ചിലപ്പോൾ നല്ലതിനായിരിക്കും എന്നൊക്കെയുള്ളത്. അപ്പൊ ശ്രീതു പറയുന്നുണ്ട് ചിലപ്പോൾ ശരിയായിരിക്കും, അതിൽ ചിലപ്പോൾ പോയി കഴിയുമ്പോൾ കുറച്ചുകൂടി ചിലപ്പോൾ ബാഡാവുമായിരിക്കും, അതുകൊണ്ട് തന്നെ ആയിരിക്കും നല്ലതിനായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് രണ്ടുപേരും. എന്നിട്ട് അർജുൻ ശ്രീതുവിനോട് പറയുന്നുണ്ട് നീ താമരപ്പെട്ടി കിടക്കണം എന്ന് എല്ലാവരോടും പോയി പറയുമ്പോൾ അവർ അതിനൊക്കെ എതിര് ചെയ്യാനേ നോക്കുകയുള്ളൂ, അപ്പൊ അങ്ങനെ പറയേണ്ട കാര്യമില്ല, ഒന്നെങ്കിൽ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അർജുൻ പറയുന്നത് നോറയെ പറ്റിയാണ്. നോറ ആദ്യമൊക്കെ അർജുനോട് അടുക്കാറുണ്ടെന്നും പക്ഷെ അർജുന് നോറയുടെ ഒരു സ്വഭാവം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെയാണ് അർജുൻ ഡിസ്റ്റൻസ് ഇട്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് അർജുൻ സംസാരിക്കുന്നത്. ശരിയാണ്, തുടക്കത്തിലൊക്കെ നോറ അർജുനോട് എപ്പോഴും മിണ്ടാനൊക്കെ ചെല്ലാറുണ്ടായിരുന്നു. അപ്പോൾ അർജുൻ ശ്രീതുവിനോട് പറയുന്നുണ്ട് അവൾ എന്നോട് മിണ്ടി തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം ചോദിച്ചത് നിനക്ക് റിലേഷൻ ഉണ്ടോ എന്നൊക്കെ ഉള്ളതാണ്. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ആദ്യം തന്നെ ഇങ്ങനെ റിലേഷനെ പറ്റിയാണോ ഒരാളോട് ചോദിക്കുന്നത്, ആദ്യം തന്നെ എന്നെ പറ്റി ചോദിക്കുക, എൻ്റെ കുടുംബത്തെ പറ്റിയൊക്കെ ചോദിക്കുമെന്ന് ഞാൻ ഓരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ അർജുനായിട്ടൊരു കോംബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് നടത്തിയിട്ടുണ്ടെന്നൊക്കെ അർജുന് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ആയിട്ട് അർജുൻ പറയുന്നുണ്ട് ഒരാളുടെ കണ്ണ് കാണുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട്, കുറച്ച് ഇൻഡ്യൂഷൻസ് ഒക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട് അവരെ പറ്റി, അതൊക്കെ ചിലപ്പോൾ ശരിയാവാറുണ്ട്. അത് മാത്രമല്ല ഋഷിയുടെ പ്രശ്നം ഉണ്ടായല്ലോ, അതിൽ നോറ കളിച്ചതെന്ന് എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ ചിലപ്പോൾ നോറയുടെ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു നോറ തന്നെയാണ് ആ കെണി വെച്ചത് എന്നുള്ളത്. നോറേനെ അപ്പോൾ അർജുൻ നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വേണം കരുതാൻ. നോറയുടെ ക്വാളിറ്റിയാണ് അവൾ അവിടെ കാണിച്ചതെന്നൊക്കെ ആയിട്ട് അർജുൻ പറയുന്നുണ്ടായിരുന്നു ശ്രീതുവിനോട്. അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഇപ്പോൾ റസ്മിനായിട്ടാണല്ലോ ഭയങ്കര കൂട്ട് നോറ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ റസ്മിനാണല്ലോ പണ്ട് അർജുൻ ചെന്ന പോലെ തന്നെ നോറയുടെ അടുത്തേക്ക് ചെല്ലണേന്നൊക്കെ. ഞാനത് അന്ന് ചെന്നെന്താണെന്ന് വെച്ചാൽ അവൾ ഓരോ സങ്കടങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ എന്നെ കൊണ്ടാവുന്ന മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോൾ നമ്മളൊന്ന് ഇതാക്കണല്ലോ, അങ്ങനെയാണ് ഞാൻ അവളുടെ അടുത്ത് ചെല്ലാറുള്ളത്. കാര്യയുടെ സ്വഭാവം ആ ഒരു രീതിയിലല്ല എന്നൊക്കെയാണ് അർജുനായിട്ട് പറയുന്നത്. ഋഷിയായിട്ടുള്ള പ്രശ്നം ഉണ്ടായി പിന്നെയാണ് അർജുനായിട്ട് ഡിസ്റ്റൻസ് ഇട്ടത് നോറയോടൊന്നും പറയുന്നുണ്ട്. പിന്നെ ശ്രീതു ചോദിക്കുന്നത് അൻസിബേനെ അഭിഷേകിനെയാണ് നോമിനേറ്റ് ചെയ്യണേ എന്നൊക്കെ ഉള്ളത്. അതെന്നാന്ന് വെച്ചാൽ ഇവരെന്താ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അൻസിബേനെ നോമിനേറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് എങ്ങാണ്ട്. അപ്പൊ ഇങ്ങനെ നോമിനേഷൻ ഒന്നും പറയരുതെന്നൊക്കെ അർജുനായിട്ട് ശ്രീതുണ്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ഇരിക്കുമ്പോൾ ചോദിക്കലേ എന്നൊക്കെ. അപ്പൊ ശ്രീതു പറയുന്നുണ്ടായിരുന്നു നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, പിന്നെ എന്താ ചോദിച്ചാൽ ഓപ്പണായിട്ട് നോമിനേഷൻ സംസാരിക്കാൻ പാടില്ല എന്ന് അർജുൻ അപ്പൊ ശ്രീതുനോട് പറയുന്നുണ്ട്. ശ്രീതുമായിട്ട് അർജുനോട് കളിയാക്കിയിട്ട് പറയുന്നുണ്ട് ഞാൻ പോയിട്ട് പറയും നോമിനേഷനിൽ അർജുൻ പറഞ്ഞ കാരണങ്ങളൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളതെന്നൊക്കെ. ഇവരുടെ എല്ലാവരുടെയും പ്ലാനിങ് ഇന്ന് മാറും. മിക്കവാറും സിജോയും ശ്രീതു ഒന്നിച്ചാണ് അപ്പൊ നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. രണ്ടുപേരും നോമിനേഷനിൽ വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. രണ്ടുപേരും വിട്ടുകൊടുക്കുന്നതായിട്ട് കാണുന്നില്ല പ്രമോയില്. ഇത് ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.